ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാനിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായി 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അരി കഴുകി മാറ്റി വയ്ക്കാം. ഒരു ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സവോള കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സവോള നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, സാജീരകം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് നേരെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അടച്ച് മാറ്റി വയ്ക്കാം. അതൊരു തിള വരുന്നത് വരെ മാറ്റി വയ്ക്കാം. തിള വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അത് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ് നമുക്കതിലിട്ട് വറുത്ത് കോരാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. ശേഷം നമുക്ക് കിസ്മിസ് ഇടാം. അത് കോരി മാറ്റിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ തന്നെ വഴന്നു വന്നാൽ അതും മാറ്റി വയ്ക്കാം. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ച നമ്മുടെ കാഷ്യൂ, കിസ്മിസ്, സവോള, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് അടച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ.